നമ്മുടെയൊക്കെ വീടുകളെ ഒറ്റ നിലയാണെന്നുണ്ടെങ്കിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ ആയിരിക്കും. ഇരുനിലയേക്കാൾ ഒറ്റ നിലയുള്ള വീടാണെങ്കിൽ നല്ല രസമായിരിക്കും. വേറൊരു കാര്യമുണ്ട്, വീട്ടിൽ തന്നെ 2 സോണുകളിലായിട്ട് ആളുകളുണ്ടാവില്ല. വീട്ടിലെ ചെറുപ്പക്കാർ കൂടുതലും മുകളിലത്തെ നിലയിലും പ്രായം ചെന്ന ആളുകൾ മുഴുവൻ താഴത്തെ നിലയിൽ അങ്ങനെ ഒരു വിഭാഗമായി മാറാറില്ല ഒറ്റ നിലയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒറ്റ നിലയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്, 3, 4, 5 ബെഡ്റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ സ്ഥലം വേണം, ഏരിയ കുറേ വേണം അല്ലേ. അങ്ങനെ ഏരിയയൊക്കെ ഉള്ള വീട് നോക്കുന്ന ഒറ്റ നിലയിൽ തന്നെ 3, 4 ബെഡ്റൂമൊക്കെ ഉള്ള വീട് നോക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കോട്ടയം ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൃത്യമായി ഞാൻ നിൽക്കുന്ന സ്ഥലം മോനിപ്പള്ളി എന്ന സ്ഥലമാണ്. ഇവിടെയായിട്ട് 2 വീടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. രണ്ടും ഈ വീഡിയോ കാണിക്കത്തില്ല, ഒരു വീഡിയോ ഈ വീഡിയോ കാണിക്കാം, ഒരു വീട് രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണിക്കാം. അപ്പോൾ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ കാണുന്ന വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീട് മാത്രമല്ല, ഇതിനോട് ചേർന്ന് വേറെയും ഒരു വീടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഒരു 12-13 സെൻറ്റിനകത്തായിട്ടാണ് ഈ 2 വീടും ഉള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വീടുള്ളത് 13.5 സെൻറ്റിനകത്തായിട്ട് 2500 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള, അതും ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലൊക്കേഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഇതൊരു മെയിൻ റോഡ് സൈഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വണ്ടികൾ പോകുന്നത് നിങ്ങൾ കാണാം. ഞാൻ മെയിൻ റോഡിൽ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എലഞ്ഞിക്ക് വെറും 4 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് വൈറ്റിലേക്ക് 39 കിലോമീറ്ററാണുള്ളത്. ഇവിടെ നിന്ന് ഏറ്റുമാനൂരിലേക്ക് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്ററാണ്. കൂത്താട്ടുകുളത്തേക്ക് ഏകദേശം 9 കിലോമീറ്ററാണ്. 13 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് പിറവത്തേക്കുള്ള ദൂരം. കൃത്യമായിട്ട് ഈ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കേരള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഗവൺമെൻറ് വെറ്റിനറി ഡിസ്പെൻസറിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വീടുകളുള്ളത്. അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജാണ്, ബിറ്റ്വീൻ ടാറിങ്ങാണ്, മെയിൻ റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗേറ്റൊക്കെ നോക്കാം. സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ HBL ഷീറ്റുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു മെയിൻ ഗേറ്റിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ മതിലിൽ കൊടുത്തേക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഡിസൈൻസാണ് മതിലിൽ വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു മതിൽ കൊടുത്തേക്കുന്നത്. ചെറിയ സ്ക്വയർ ട്യൂബ് ഒന്നുമല്ല, വലിയ സ്ക്വയർ ട്യൂബ് ഡിസൈൻ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒറ്റനില വീടുകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒറ്റനില വീടുകളെ കാണാനായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു കുഞ്ഞ് വീടായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിൽ കയറണം. ഉള്ളിൽ കയറി കാഴ്ചകൾ കാണുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം കോമ്പൗണ്ടിലേക്ക് കയറാം. കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ചെറിയ സിമെൻറ്റ് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഇത്രയും വളരെ മനോഹരമായൊരു മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ വീട് നല്ലൊരു ഫ്രണ്ടേജ് നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റും കേട്ടോ. മെയിൻ റോഡിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മുകളിലായിട്ട് ഷിംഗിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു വാർക്ക് വീടാണ്. മുകളിൽ ടെറസിൽ വർക്ക് ചെയ്തേക്കാണ്. അതൊക്കെ നമുക്ക് വഴിയെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടേക്ക് വന്ന് നമുക്ക് ആദ്യം മുറ്റം ഒന്ന് കാണാം. മുറ്റം നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 3-4 വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഓക്കെ, എന്ത് വിശാലമാണെന്നുള്ള കാര്യം. പിന്നെ ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെ കമൻറ്റ് ചെയ്ത് നോക്കും. മോഡേൺ ചെടികളാണ് എന്തായാലും. അതിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. CCTV ക്യാമറ, ഇവിടെ ആയിട്ടാണ് CCTV ക്യാമറ കൊടുത്തേക്കുന്നത്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തും CCTV ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ബോക്സ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. മോഡേൺ കണ്ടംപററി ഡിസൈൻ മാതിരി ഒന്നുമല്ല. എന്തായാലും ഈ ഒരു മഴക്കാലം 2 ദിവസം അങ്ങോട്ടാവുന്നേ ഉള്ളൂ ഈ വീടിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ട്. ഈ മഴക്കാലം മുഴുവൻ ഈ ഒരു വീട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ്. ഇവിടെ അത്യാവശ്യം വലിയൊരു വാഹനം നമുക്ക് സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ടൈലുകളുടെ കാര്യം എടുത്ത് പറയേണ്ടത്, വീടിൻ്റെ ഉള്ളിലായാലും എല്ലായിടത്തും ക്യൂട്ടോണിൻ്റെ ടൈലുകളാണ് മൊത്തത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കാർ പോർച്ച് പണിതുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് കുറച്ച് മുൻഭാഗത്തേക്ക് ഇറക്കുന്ന കാര്യം പലരും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നോക്കിയും സ്ക്വയർ ട്യൂബ് വെച്ച് അത് ഫ്രെയിം ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ടഫ് ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടഫ് ഗ്ലാസുകൾ അത് എടുത്ത് ഞാൻ പറയും, ടഫ് ഗ്ലാസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ വളരെ സിമ്പിളായിട്ട് 2-way LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഞാൻ എന്തായാലും നടന്ന് കാണിക്കാം പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ, കാരണം കുറേ ഉണ്ട് കാണാനായിട്ട് ഈ ഒരു സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് അവിടേക്ക് നടന്നു പോകുന്ന വഴി അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് സിറ്റ് ഔട്ട് ആദ്യം കണ്ടാലോ. ഇവിടെയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാണ്. ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ തൂണുകൾക്കൊന്നും ടെക്സ്ചർ വർക്കോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളരെ പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് തന്നെ ഇട്ടേക്കാണ്. തടികളിലായിരുന്നു നോക്കിയാൽ പൂർണ്ണമായിട്ടും മൊത്തം തേക്കാണ്. അപ്പോൾ ആ തടികളുടെ കാര്യം പറയുമ്പോഴും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് മെറ്റീരിയൽസ് പറയുമ്പോഴും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് കയറി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കാണാം.
ഇവിടെയായിട്ട് നമുക്ക് സീലിങ്ങിലേക്ക് നോക്കിയാൽ 2 LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ആറ്റോമാഗിൻ്റെ ഒരു ഫാൻ, ഒരു BLDC കുഞ്ഞ് ലീഫുള്ള ഒരു ക്യൂട്ട് ഫാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മെയിൻ ഡോറിലേക്ക് വരാം. മെയിൻ ഡോർ തേക്കാണ് കേട്ടോ. തേക്കിൻ്റെ ഡോറിനതാ ഈ കൊടുത്തേക്കുന്ന സ്മാർട്ട് ലോക്ക് നോക്കി. അടുത്ത് വന്നേ ഒരു കാര്യം കാണിച്ചു തരാം. ഈ സ്മാർട്ട് ലോക്ക് എന്ന് വെച്ചാലേ സാധാരണ നമ്മൾ കാണുന്ന സ്മാർട്ട് ലോക്ക് ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട്, ഇങ്ങനെ പിടിച്ച് അങ്ങനെ തുറക്കുന്ന സ്മാർട്ട് ലോക്കാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇപ്പം ഞാൻ പാസ്വേഡ് അടിക്കാൻ പോകാം. നിങ്ങൾ കാണണ്ട പാസ്വേഡ് കണ്ടോ? കുഴപ്പമില്ല, തുറന്ന്. പാസ്വേഡൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചുമ്മാ നിങ്ങൾ കാണണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. ഇവരിപ്പോൾ ഒരു പാസ്വേഡ് ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങളുടെ ഫോണിൽ ഇടുന്ന പോലെ പാസ്വേഡൊക്കെ നിങ്ങൾക്കിടാം. അപ്പോൾ ഈ ഡോറിനെ പറ്റി പറഞ്ഞു തീർന്നിട്ടില്ല. ഈ ഡോറിനെ പറ്റി പറയാൻ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ ഈ ഒരു കനം ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതിൻ്റെ ആ ഒരു കനം ഒന്ന് കണ്ടു നോക്കിയേ. പക്ഷേ എൻ്റെ ഫോണിൽ നോക്കിയേ, ഇത് കണ്ടോ? ഇത് ക്ലോസിൽ കാണിച്ചു കൊടുക്കും. കണ്ടോ എന്താ പണികൾ. ഇനി ഇത് ഉപയോഗിച്ച സാധനം ഉണ്ടോ? ഇതിൻ്റെയൊക്കെ ഇത് ഗോദ്രേജിൻ്റെയാണ്. ഈ ബ്രാൻഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഗോദ്രേജിൻ്റെയാണ് ഈ സാധനം. അപ്പോൾ ഇതൊരു ചെറിയ സാധനമാണ്. ഇതൊക്കെ ലോക്കൽ വാങ്ങിച്ചിടാം, പക്ഷേ ലോക്കൽ സാധനം ഉപയോഗിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ സാധനം ഇൻഡെപ്തായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്നറിയാമോ? അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ വീടിനകത്ത് എല്ലായിടത്തും ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ സാധനം ഉൾപ്പെടെ കാണിച്ചത്. ഹിഞ്ചസ് ആകട്ടെ എല്ലാ സാധനങ്ങളും അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കനം കണ്ടോ? അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള മെയിൻ ഡോറാണ് നമ്മൾ കിട്ടുന്നത്. ഇനി മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മളുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഫോമൽ ലിവിങ് സ്പേസിലേക്കാണ്. ഓക്കെ, നല്ല വിശാലമായ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് TV യൂണിറ്റ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയറിന് ഈ കാണുന്ന വർക്കുകളൊക്കെ 30 വർഷം വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. ഉണ്ടോ? 30 വർഷം വാറണ്ടി. എല്ലാത്തിൻ്റെ വാറണ്ടി പേപ്പേഴ്സ് സഹിതം നിങ്ങൾക്ക് അവർ തരും. അത് നല്ലൊരു ഡീലല്ലേ? തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ TV ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് ജനാലയുണ്ട് കേട്ടോ. ജനാല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കർട്ടനൊക്കെ ഇട്ടേക്കല്ലേ, അതെങ്ങനെയാണെന്നുള്ള കാര്യം. കർട്ടൻ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. കർട്ടൻ ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോറി, ഇതാണ് റിമോട്ട്. 2 റിമോട്ട് ഉണ്ട് കേട്ടോ. യെസ്, കണ്ട ഈ കർട്ടൻ നമുക്കോ ഇനി എന്നിട്ട് ഇപ്പോൾ സൺലൈറ്റിലുള്ളിലേക്ക് വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം. ഇതും ടഫ് ഗ്ലാസ് ആട്ടോ. ഈ ഒരു ഗ്ലാസ് മാത്രം ടഫ് ഗ്ലാസ് ആണ്. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാമല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും കോർണർ സെറ്റ് ഇടാൻ പറ്റും. അത്യാവശ്യം വലിയ കോർണർ സെറ്റ് തന്നെ ഇടാൻ പറ്റും. ഒരു 4-5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കോർണർ സെറ്റുകൾ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന AC കണ്ടോ? വോൾട്ടാസിൻ്റെ 3 സ്റ്റാറിൻ്റെ AC ആണ് ഇവിടെ കൊടുത്തത്. അത് ഇൻവെർട്ടർ AC ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ വീടിനകത്ത് പല ഫർണിച്ചേഴ്സും പല കാര്യങ്ങളും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം. ഇനി വേറെ കാര്യം, സീലിങ്ങിലേക്ക് നോക്കിയേ. സാധാരണ നമ്മൾ കാണുന്ന ജിപ്സത്തിന് ഒരുപാട് വാരി വലിച്ചുള്ള സീലിംഗ് വർക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ കുറച്ച് LED ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. 6ഓളം LED ലൈറ്റുകൾ മാത്രം സ്പോട്ടായിട്ടും ഒരു സ്ട്രിപ്പ് ലൈറ്റ് വെച്ചുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അടുക്ക് ഓട്ടോമാറ്റിക് ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കാണ് ആ ഒരു സീലിംഗ് വർക്ക്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കിയേ, മാറ്റ് ഫിനിഷുള്ള ആ ടൈലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടൈലിൻ്റെ കാര്യമൊക്കെ. എല്ലാം ബ്രാൻഡഡായിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. ഡൈനിങ് ഏരിയ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു ഫാമിലി ലിവിംഗ് കൂടെ വീണ്ടും ഒരുക്കി എടുക്കാനായിട്ട് പറ്റും. ഗസ്റ്റ് ലിവിംഗ് ഏരിയയും തീർച്ചയായും ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല പ്രൈവസി തരുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയും ഒരു ലിവിംഗ് സ്പേസ് കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നോക്കിയേ എന്തോരം സ്പേസ് ആണെന്ന് അല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെ AC വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ വോൾട്ടാസിൻ്റെ സെയിം 3 സ്റ്റാറിലുള്ള AC ആണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയും ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നമ്മൾ പറയാം, കർട്ടൻ ഓട്ടോമാറ്റിക്കാണ്. രസമുണ്ടല്ലേ? ഇനിതാ ഇപ്പുറത്തുണ്ട്, കണ്ട ഈ കർട്ടൻ ഓപ്പണായി വരുന്നുണ്ടോ? അപ്പോൾ ഇവിടുന്ന് രണ്ടിടത്തും 2 സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇവിടെ TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും BLDC ഫാൻസ് ആണ്. BLDC ഫാനിൻ്റെ റിമോട്ടുകൾ ഇവിടെ വരെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാം റിമോട്ടാണ്, കുറേ റിമോട്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ നോക്കിയേ AC-യുടെ റിമോട്ട്, എത്ര റിമോട്ടാണ്. ഈ റിമോട്ട് വെക്കാൻ മാത്രം ഒരു സ്പേസ് വേണം. എനിക്ക് നിങ്ങൾ ഇതിൽ ഏതൊരു സ്പേസ് റിമോട്ട് വെക്കാൻ മാത്രം ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് TV വെക്കാൻ പറ്റും.
ഈ ഒരു ഭാഗത്തും നിങ്ങൾക്ക് TV വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ജനാല തുറന്നാലോ. അപ്പോൾ ഈ ഒരു ജനാല തുറക്കുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൊടുത്തേക്കുന്ന ഈ ഒരു പോളിഷിൻ്റെ ഡിസൈൻ ഇതെല്ലാം തേക്കേണ്ട തടിയാണ്. ഇതൊന്ന് അടുത്ത് കാണിച്ചു കൊടുക്കും, നല്ല കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ഒരു തടി കണ്ട, ആ ഒരു ഫിനിഷിങ് കണ്ട, അതേപോലെ എന്നതാ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഇനി ഇവിടെ ഉപയോഗിച്ചേക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റാഡിലാണ് കേട്ടോ. ഇത് കണ്ടോ, സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകൾ പലയിടത്തും ഉപയോഗിച്ച് കണ്ടിട്ട്, പക്ഷേ ഇതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് ഈ സാധനം. ഇത് ചെറുതാണ്, പക്ഷേ ചെറുതാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡോർ തുറന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കോട്ടയാട് മാതിരി ഒരു സ്പേസ് ആണ് ഇവിടെ. ഇവിടെ നോക്കിയേ, ഉരുളൻ കല്ലുകളൊക്കെ ഈ ഒരു ഭാഗത്തിട്ടിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടെന്നുള്ള കാര്യം. ഇവിടെയായിട്ട് നല്ലൊരു ചെടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നടന്നു പോകാൻ ഭാഗത്തിനായിട്ട് ഈ ഒരു സൈഡിൽ നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് ബാക്കി എല്ലായിടത്തും ഉരുളൻ കല്ലുകൾ കൊടുത്തേക്കാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇതുവഴിയായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം കേട്ടോ. അവിടേക്കും അവിടെ CCTV വെച്ചേക്കുന്നുണ്ടോ, അവിടെ CCTV ക്യാമറ, അവിടെ ഒരു തൂണൊക്കെ കൊടുത്ത് അതിനകത്ത് CCTV ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നമ്മൾ അടുത്ത കാണേണ്ട സ്പേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ഏരിയയാണ്. വളരെ സിമ്പിളായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്ത് സിമ്പിളായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ ഡിസൈൻ കൊടുത്തേക്കുന്നത്. പക്ഷെ നല്ല സ്പേസ് ഉണ്ട്. സാധാരണ വാഷ് ഏരിയയുടെ അടുത്തേക്ക് പോകുമ്പം ഇടുങ്ങി ഞെരുങ്ങിയൊക്കെ നമ്മൾ നടന്നു പോകേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷേ ഇവിടെ അത് വേണ്ട. ഇതാ നോക്കി കണ്ടോ, ഡോയുടെയാണ് ഈ ഒരു വാഷ് ബേസൻ. വേറെ കാര്യമുണ്ട്, പ്രഷർ പമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രഷർ പമ്പ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, കോൾഡും ഹോട്ടും രണ്ടും ഇതിനകത്ത് കിട്ടും. അതായത് ഇവിടെ വരെ ഈ ഒരു വാഷ് ബേസിൻ്റെ അവിടെ വരെ നിങ്ങൾക്ക് കോൾഡ് വാട്ടറോ ഹോട്ട് വാട്ടറോ കിട്ടാനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗകര്യമാണ് നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത്. ഒരിക്കലും ലുക്കല്ല മാത്രമാണ്. ലുക്കും ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ സാധാരണ ഇതിലൂടെ വരുമ്പോൾ കുറേ LED ലൈറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്രയും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഇത് നാനോ വൈറ്റ് ആണ് ഈ ഒരു ടോപ്പ് കൊടുത്തേക്കുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിലാണ് നമ്മുടെ DBയുടെ സ്ഥാനം. എൻ്റെ അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലേക്ക് DB ചെയ്യുന്ന മാതിരി എന്ത് വലുതായിട്ട് ചെയ്തേക്കുന്നത് നോക്കി. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഫിൻലെക്സിൻ്റെ ആണ് വയറിങ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്വിച്ചുകളുടെ കാര്യം, സെനൈഡറിൻ്റെ സ്വിച്ചുകളാണ് കൊടുത്തേക്കുന്നത്. ഈ സ്വിച്ചുകളൊന്ന് കാണിച്ചു കൊടുത്തേ, കണ്ട സെനൈഡർ ആ ഒരു കളർ നോക്കിയേ, ബ്ലാക്ക് കളറിൽ എന്ത് ഭംഗിയുള്ള സ്വിച്ചുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ട്. കണ്ട, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു ചെറിയൊരു പാഷ്യോ മാതിരി ഒരു ഏരിയ. ഇതാ നോക്കി, ഇവിടെയും ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ മുളച്ചെടിയാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അതിനകത്തൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നടക്കാൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. വീടിൻ്റെ ചുറ്റും നമുക്ക് നടക്കാൻ ആവശ്യത്തിനനുസരിച്ചുള്ള സ്ഥല സൗകര്യം ഈ ഒരു ഭാഗങ്ങളിൽ ഇത്രയും നമുക്ക് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വഴി കൂടെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം അടുക്കളയുടെ ഉൾഭാഗം കാണാം. അടുക്കളയുടെ ഉൾഭാഗം കാണുമ്പോഴല്ലേ വാക്കാരി അറിയുള്ളൂ. വേറൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം കേട്ടോ. വാ, ഇവിടെ വാ. ഹൈക്ക് വിഷൻ്റെ ഇവിടെ വീഡിയോ ഡോർ നൽകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ലൈവ് വ്യൂ ഡോർ സ്റ്റേഷൻ നമ്മളുടെ മെയിൻ ഡോറിൽ കണ്ട വണ്ടികൾ പോകുന്നതാണ്ട കൃത്യമായിട്ട് അവിടെ ആര് വരുന്നു, എന്ത് വരുന്നു, അവിടെ ആരെങ്കിലും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് ഇതിനകത്ത് പല കാര്യങ്ങളും ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇനി അടുക്കളയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് എന്താ നമ്മളുടെ ഓപ്പൺ കിച്ചൺ. പക്ഷേ ഇവിടെ ഓപ്പൺ കിച്ചൺ അല്ല കൊടുത്തേക്കുന്നത്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കിച്ചണാണ് കൊടുത്തേക്കുന്നത്. ഡോറ് നോക്കിയേ, തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ച നമ്മൾ ബെഡ്റൂമുകളുടെയൊക്കെ ഡോറ് കൊടുക്കുന്ന മാതിരിയാണ്. ഇനി വേറെ കാര്യം, അടുത്തോ ഇതാ ഈ ഡോർ ലോക്ക് നോക്കിയേ, എയിലിൻ്റെ ഡോർ ലോക്കാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, എയിലിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ചെറിയ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ നിങ്ങളിത് കാണിച്ചില്ലല്ലോ, ഇവിടുത്തെ സീലിംഗ് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. അത് കണ്ടിട്ട് നമുക്ക് അടുക്കളയിൽ കയറാതോ. അപ്പോൾ ഇവിടെ സീലിംഗ് വളരെ സിമ്പിളാണ്. ലിവിങ് ഏരിയയിൽ കണ്ട മാതിരിയുള്ള സീലിംഗ് ആണ്. ഒപ്പം തന്നെ LED ലൈറ്റുകൾ സെയിം പോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ ആ സീലിങ്ങിൻ്റെ കണ്ടിന്യൂറ്റി. ഇതാ ഇവിടേക്ക് വന്ന ആ ഒരു നമ്മുടെ വാഷ് ഏരിയയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു സീലിങ്ങിൻ്റെ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം തന്നെ കേട്ടോ, ഒരു വ്യത്യാസവുമില്ല. സെയിം അതേ ഡിസൈൻ, എല്ലായിടത്തും ഒരേ ഡിസൈൻ പാറ്റേൺ ആണ്. പിന്നെ കളർ കോമ്പിനേഷനും ഏഷ്യൻ്റെ പെയിൻ്റാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതുകൂടെ എടുത്ത് പറയട്ടെ. പിന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിനകത്ത് എടുത്ത് പറയാം, മുഴുവൻ ഇഷ്ടിക ചുടുകട്ടയാണ് ഈ വീടിനകത്ത് നിർമ്മാണത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചേക്കുന്നത്.
പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികൾ. ഞാനിതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴുള്ള ഫോട്ടോസ് ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു കാര്യം പില്ലർ കെട്ടി മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിൻ്റെ വാർക്ക എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഫ്ലോറും ഒരു വാർത്തിട്ടേക്കുന്നത്. എന്ത് രസം, ബീമൊക്കെ കയറി വന്നിട്ട് ഫുള്ള് വാർത്ത് ശരി, അത് ഫുള്ള് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെള്ളം മുകളിലേക്ക് കയറാത്ത തരത്തിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് ആ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പം അത്രയും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു കൺസ്ട്രക്ഷനും ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുക്കളയുടെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അടുക്കളയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറുവാ, നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലെ, ഒരു വാം കളർ മൊത്തത്തിലൊരു ഫീല്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ, ഒരു എൽ ഷേപ്പിലെ ടോപ്പ് കിട്ടുന്ന നാനോ വൈറ്റ് ആണ് ടോപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 സൈഡുകളിലെ ഒറ്റപ്പാളികളുടെ ജനലിൽ ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് ഫേബറിൻ്റെ നൽകിയിട്ടുണ്ട്. 3 ബർണറിനെയാണിത്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു മൊറോക്കൻ ഡിസൈനിലുള്ള ടൈലിൻ്റെ വർക്കുകളാണ്. നല്ല രസമുണ്ടല്ലേ. ഈ കിച്ചൺ കബോർഡ് വർക്കുകൾക്ക് നേരത്തെ പറഞ്ഞ 30 years വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മറൈൻ പ്ലൈ ആണ് കേട്ടോ, ടോജൻ്റെ മറൈൻ പ്ലൈ ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഹാൻഡിൽസ് ഒക്കെ നോക്കിയേ, ഇത് കണ്ടോ, ഈ ഹാൻഡിൽസൊക്കെ കണ്ടോ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഇതാ സോഫ്റ്റ് ക്ലോസർ. ഇനി ഇവിടെ ആയിട്ടൊരു സിങ്ക് വരുന്നുണ്ട് കേട്ടോ. ഫ്രാങ്കിൻ്റെ ആണ് ഈ ഒരു സിങ്ക് വരുന്നത്. കാർബൺ ആണെന്ന് തോന്നുന്ന മെറ്റീരിയൽ വരുന്നത് കേട്ടോ. വലിയ കുടയുടെ ആകൃതിയിലുള്ള ജാഗ്വറിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സ് വരുന്നത്. ഇനി അതൊക്കെ നിങ്ങൾ അവൻ വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ അവൻ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. മുകളിലായിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഫ്രിഡ്ജ് വെക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാം, നല്ല സ്പേസ് ഉണ്ട്. ഫ്രിഡ്ജ് വെക്കാൻ, ഫ്രിഡ്ജ് ഇരുന്നാൽ കൂടെയും അടുക്കളയ്ക്കുള്ളിലെ സ്പേസ് നമുക്ക് നഷ്ടപ്പെടാത്ത തരത്തിലുള്ള സ്ഥല സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഇവിടെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിൽ ഇവിടെയും ഈ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ എവിടേക്ക് നോക്കിയേ, ഡ്രോ സ്പേസ് കൊള്ളാം അല്ലേ, നല്ല സ്പേസ് ഉണ്ടല്ലേ, നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയിലേക്ക് വന്നാൽ ഇവിടെയും ചെറിയൊരു ടോപ്പ് അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം നാനോ വൈറ്റ് തന്നെയാണ്. ഇവിടെ 2 പാളികളുടെയും ഇവിടെ ഒറ്റ പാളിയുടെയും ജനാലാണ്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ സിങ്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റുകൾ നിങ്ങൾ എങ്ങനെയാണ് കളയുക? അപ്പോൾ ഫുഡ് വേസ്റ്റ് നിങ്ങൾ കളയാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകിൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഒക്കെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, അത് കണ്ടാ, ഇതിനകത്തോടെ നിങ്ങൾ ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അടിയിലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അത് ഫ്രാങ്കൈൻ്റെ തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് ഫുള്ള് അരച്ച് കളയാം. അതായത് പച്ച ഇറച്ചിയാണെങ്കിലും മീനിൻ്റെ മുള്ളാണെങ്കിലും എല്ലാണെങ്കിലും ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് ഈ സാധനം വേസ്റ്റിൻ്റെ കൂടെ കളഞ്ഞോളും. ഈസി. നമ്മളത് വേസ്റ്റിന് വേണ്ടി വേറെ അധികം പണികളൊന്നും കളയണ്ട. അപ്പോൾ ആ സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും കർട്ടൻസ് കൃത്യമായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി വേറെ കാര്യം, മെയിൻ അടുക്കളയ്ക്കുള്ളിലും നമുക്ക് സീലിംഗ് വർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെയും നമുക്ക് നേരത്തെ നമ്മൾ ലിവിങ് ഏരിയയിലൊക്കെ കണ്ട സെയിം ഡിസൈൻ സീലിംഗ് വർക്ക് തന്നെയാണ്. ഒപ്പം തന്നെ ആ ഒരു BLDC ഫാൻ, എല്ലായിടത്തും BLDC ഫാനാണ്, അതിനകത്തൊന്നും മാറ്റില്ല. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെയാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു എക്സോസ്റ്റ് ഫാനും അവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഇതാണ് കേട്ടോ. ഡോർ നോക്കിയേ, അതും തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇറങ്ങിയ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. അവിടേക്ക് നമ്മൾക്ക് പോകാം. ആ ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അവിടേക്ക് നമുക്ക് ഒന്ന് പോയി കാണാം. പിന്നെ ഇത് നമുക്ക് മുൻഭാഗത്തേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. ഇതുവഴി നമുക്ക് മുൻഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുറ്റം എന്തോരം സ്പേസ്. ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ ഉരുളൻ കല്ലുകൾ ഇവിടെ ഇട്ടേക്കാണ് കേട്ടോ. അടുത്ത മഴ നന്നായിട്ട് വരുന്നുണ്ട്. ഒരു രക്ഷയില്ല, മഴ നമ്മളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഫുള്ള് നിങ്ങളെ കാണിക്കും കേട്ടോ. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. മെയിൻ വെള്ളത്തിൻ്റെ സോഴ്സ് കിണർ ഇവിടെയാണ്. പിന്നെ അവിടെ ജനറേറ്റർ വെക്കാൻ വേണ്ടി ഒരു സ്പേസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറേറ്റർ വെക്കാനായിട്ട് പറ്റും. ഇനി ടെറസിലേക്ക് കയറാനായിട്ട് ഇവിടെ പടികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അവസാനം ടെറസിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിനകത്ത് ബെഡ്റൂംസ് ആണ്. ബെഡ്റൂമുകൾ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിനകത്തുള്ളത്. അപ്പോൾ ഒറ്റ നില ആയതുകൊണ്ട് തന്നെ 4 ബെഡ്റൂമും നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ തന്നെ. അപ്പം ബെഡ്റൂമുകൾ എത്രയും നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നല്ലോ. നമ്മൾ ഇതിലെ കൂടെ കയറിയേ, അയ്യോ നമ്മൾ അപ്പുറത്തോടെ വന്നല്ലേ, നമുക്ക് എന്തായാലും ഇതുവഴി തിരിച്ചു കയറാം. വാവ്. അപ്പോൾ ഇവിടെ ബെഡ്റൂമുകൾ നമ്മൾ ആദ്യം കണ്ടു തുടങ്ങേണ്ടത് നമ്മളുടെ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയ കോറിഡോർ സ്പേസ് മാതിരിയുണ്ട്. ഈ ഒരു സ്പേസിൽ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് നമുക്ക് കയറാം. AC ഒക്കെ ആയിട്ട് കുളിപ്പിച്ച് വെച്ചേക്കട്ടാ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ 2 ബെഡ്റൂമുകളാണ്. ഇവിടെ കർട്ടൻ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് ഓട്ടോമാറ്റിക്കാണ്.
അല്ല, വറ്റിച്ച് ഓട്ടോമാറ്റിക് അല്ല, പക്ഷെ കർട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ കട്ടിലിട്ടിട്ടുണ്ട്, മെത്ത ഇട്ടുണ്ട്, എന്താ കൊയറോൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, കൊയറോണ്ട് അത് അടുത്താണ് ചോദിച്ചാൽ ബ്രാൻഡ് കാണിച്ചു കൊടുക്കുക. കൊയറോൺ കേട്ടോ, കൊയറോണിൻ്റെ മെത്തയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒപ്പം 2 തലേന കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ടൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ നല്ല സൺലൈറ്റ്. ഇത് നമ്മുടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും ഒക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ ഫീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 11.6 അടിയാണ് നമുക്ക് വീതി വരുന്നത്. നീളം വരുന്നത് നോക്കാം, വീതി വരുന്നത് 10.41, നീളം 11.61, 120.94 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂം. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 11.236 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇവിടെ ഈ ബെഡിൻ്റെ ഹെഡ് സ്പേസ് നോക്കിയേ, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല രസമുണ്ട് കേട്ടോ, തൊടുമ്പോഴൊക്കെ നല്ലൊരു സുഖം. ഇനിതാ ഇവിടെയായിട്ട് ഒരു ജനാല കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ്. ഈ വാർഡ്രോബ് ഒന്ന് കാണിച്ചു കൊടുത്തേ, കണ്ടാ. അപ്പോൾ ഇതിനെല്ലാം നേരത്തെ പറഞ്ഞ് വാറണ്ടി കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം കേട്ടോ. ദാ നോക്കിയേ, അത്യാവശ്യം സ്ഥല സൗകര്യമല്ലേ, കൊള്ളാമല്ലേ. ഇനി നമുക്ക് ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ബാത്റൂം നവരംഗം എന്ന് പറഞ്ഞ കമ്പനിയുടെ FRP ഡോസാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഈ ബാത്റൂമിൻ്റെ ഉൾഭാഗം, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട വലുപ്പമുള്ള ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ടാണ് വെറ്റ് ഏരിയ ഇവർ സജ്ജമാക്കിയിട്ടുള്ളത്. അത് ലാസ്റ്റ് ഏരിയയാണ് നമ്മുടെ ബാത്ത് ഏരിയ. നോക്കി, ഗ്രോഹയുടെ സർക്കിൾ ഷേപ്പിലുള്ള വലിയ റെയിൻ ഷവറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇതിന് തന്നെ നല്ല പ്രൈസിങ് ഉണ്ട് കേട്ടോ. ഇവിടെയായിട്ട് 2 എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മുകളറ്റം വരെയും ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രോഹയുടെയാണ് ഈ ഒരു ഫിറ്റിങ്സും. ഹാൻഡ് ഷവർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഡ്രെയിൻ നോക്കിയേ, ഡ്രെയിൻ സിസ്റ്റം സാധാരണ വിൽക്കാനുള്ള വീടുകളിലൊന്നും ഇത്തരത്തിലുള്ള ഡ്രെയിൻ സിസ്റ്റം ആരും പണിത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. സാധാരണ ടിപ്പിക്കലായിട്ട് കൺവെൻഷനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഡ്രെയിൻ സിസ്റ്റമാണ് എല്ലായിടത്തും യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിയേ സെറ്റപ്പ് അല്ലേ. ഇനി ഇവിടെ നോക്കിയേ നമ്മളുടെ ക്ലോസറ്റ് ഏരിയ, അതും ഗ്രോഹയുടെ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ചെയ്തേക്കുന്ന ഫിനിഷിങ്, ഈ ഒരു കളർ ഫിനിഷിങ് നോക്കിയേ, കോമ്പിനേഷൻ നോക്കിയേ, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ അല്ലേ. ഇനി ഇവിടെയായിട്ട് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ബേസനും ഗ്രോഹയുടെ വാഷ് ബേസൺ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കറക്റ്റ് ഒരു നോക്കിയേ ചതുരാകൃതിയിലുള്ള വാഷ് ബേസൺ. അതേപോലെ ഒരു ഫിറ്റിങ്സ് എല്ലാം ഗ്രോഹയുടെ തന്നെ. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ നൽകിയിട്ടുണ്ട്. മിറർ നോക്കിയേ, ടങ് അല്ലേ, നമുക്ക് ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കാനും പറ്റും, നല്ല രസമുണ്ട്. ഇവിടെയും ടൈല് കൊടുത്തിട്ടുണ്ട്. ടവൽ ഹാങ്ങറും മറ്റ് സാമഗ്രികളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കേട്ടോ, താഴത്തെ സ്റ്റോറേജ് സ്പേസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. എനിക്കൊന്ന് കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇനി നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടെ ഉണ്ടല്ലോ, 3 ബെഡ്റൂമുകൾ കൂടെ കാണേണ്ടതുണ്ട്. അപ്പം ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്തായിട്ട് AC വെച്ചേക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് ഈ കാണുന്ന ഡോർ വന്ന 2ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ഇതും സെയിം, നമ്മളിപ്പം കണ്ട ബെഡ്റൂമും ഏകദേശം ഈ ഒരു ബെഡ്റൂമും ഒക്കെ ഒരേപോലുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നീളവും വീതിയൊക്കെ നോക്കിയേക്കാം. അപ്പോൾ എത്രയാണെന്നുള്ള കാര്യം, 11.73. എനിക്കും സെയിം ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു സെയിം വലിപ്പമാണ് കൊടുത്തേക്കുന്നത്. അതെ, 125 സ്ക്വയർ ഫീറ്റാണ്. 11.73 അടിയാണ് നീളം വരുന്നത്. 10.66 അടിയാണ് വീതി വരുന്നത്. 125.03 സ്ക്വയർ ഫീറ്റാണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 11.616 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇവിടെയും കട്ടിൽ കൊടുത്തിട്ടുണ്ട്. കൊയറോണ്ടയാണ് കേട്ടോ, കൊള്ളാം. തലയണയല്ല, അതിനാണ് അവിടുത്തെ. പിന്നെ ഇവിടുത്തെ വാർഡ്രോബിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട വാർഡ്രോബ് മാതിരിയല്ല, ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് നോക്കിയാൽ 3 ഡോറുകൾ വെച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബിനെ ഇവരോട് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് കുറച്ചുകൂടെ വിപുലമാക്കി ഇവരങ്ങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, ഇവിടെ ചെറിയൊരു ടേബിളിലൂടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഡ്രോകളും ഒക്കെ ആയിട്ട് നല്ല, ഇതെല്ലാം 30 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിനെല്ലാം. ഇനി ജനാല നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 പാളികളുടെ ജനാല, നമ്മുടെ കിണറിൻ്റെ ഭാഗമില്ലേ അവിടേക്ക് പോകുന്ന ജനാല. ഇവിടെ 2 സൈഡിലായിട്ട് ഈ 2 പാളികളുടെ ജനാല. ഇവിടെ ചെറിയൊരു സൈഡ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ സെയിം തന്നെയാണ് എല്ലായിടത്തും. ഇത് അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ സീലിംഗ് ഞാൻ കാണിച്ചില്ല അല്ലേ, സെയിം ഡിസൈൻ സീലിംഗ് തന്നെയാണ്. ടൈലുകളുമെല്ലാം എല്ലായിടത്തും സെയിം കളർ തന്നെയാണ് കേട്ടോ. ഈ ബെഡ്റൂമിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഇതിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇതിലൂടെ ടച്ച് കൊടുക്കായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ആയിട്ട് ഡ്രോകളൊക്കെ ആയിട്ട് ആവശ്യത്തിന് സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി ബാത്റൂമിലേക്ക് നമുക്ക് കയറിയാലോ. സെയിം FRP ഡോർ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ.
കളർ കോമ്പിനേഷനിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. എനിക്ക് നമ്മളിപ്പോൾ ഇപ്പം കണ്ട ബാത്റൂമിനെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഈ ബാത്റൂമിന്. ഇപ്പോൾ ഇങ്ങനെ അറ്റത്തായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, സെയിം ഗ്രോഹയുടെ സെയിം ഫിറ്റിങ്സ് ആണ്. ഹാൻഡ് ഷവർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇനി ഇവിടെയും ഡ്രെയിൻ നോക്കിയേ, സെയിം ഡ്രെയിനേജിൻ്റെ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് കേട്ടോ. ടൈലുകൾ മുകളിൽ അറ്റം വരെയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലുകളാണ്. സീലിങ്ങിലാണ് എക്സോസ്റ്റ് ഫാൻ ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. സെൻട്രലായിട്ട് നോക്കി ക്ലോസറ്റ് സെറ്റ് നോക്കി. അപ്പോൾ ഗ്രോഹയുടെ തന്നെയാണ്, സെയിം ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ടവലാണ് നോക്കി, ഇത് നോക്കി, കണ്ട, ഇത് ഉൾപ്പെടെ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ നോക്കി, ഇവിടെ ഈ ഒരു വാഷ് ബേസിന് മാത്രം അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെയാണ് ഇവരിവിടെ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ മിറർ സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ ടച്ച് ചെയ്ത് മാറ്റാവുന്ന തരത്തിലുള്ള ആ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ ക്രമീകരണങ്ങൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനി 3ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. 3ാമതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു ചെറിയ ഇടനാഴി സ്പേസ് ഉണ്ട്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. നല്ല സ്പേഷ്യസ് ആയ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയും എ സി ഉണ്ട്, എല്ലായിടത്തും എ സി ഉണ്ട് കേട്ടോ. ഒരിടത്തും എ സി ഇല്ലാതില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു അടുക്കള മാത്രമേ ഉള്ളൂ തോന്നുന്നു എ സി ഇല്ലാതെ. ബാക്കി എല്ലായിടത്തും നമുക്ക് എ സി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ നീളവും വീതി നമുക്ക് നോക്കാം. അപ്പോൾ നീളം ഏകദേശം 12.69, വീതിയിലായിരുന്നു നോക്കട്ടെ ഏകദേശം 13.68, ഏകദേശം 173.62 സ്ക്വയർ ഫീറ്റാണ്. 173.62 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. 16.130 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. കട്ടിൽ നോക്കിയേ, ഫാമിലി കോട്ട്. നേരത്തെ ഡബിൾ കോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാമിലി കോട്ടാണ്. സെയിം ഡിസൈൻ. എല്ലായിടത്തും നമുക്കൊരു പെയിൻറ്റിംഗ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 സൈഡിലും സൈഡ് ടേബിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് 3 പാളിയുടെ അല്ല ജനാല, അതെ 3 പാളിയുടെ ജനാലയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇത് 3 പാളിയുടെ ജനാല. അതിൻ്റെ മുകളിലായിട്ടാണ് എ സിയുടെ പ്ലേസിങ്. വോൾട്ടാസിൻ്റെ സെയിം 3 സ്റ്റാർ ഇൻവെർട്ടർ എ സി തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. വാർഡ്രോബ് നോക്കിയേ, 4 ഡോറുകളാണ് വാർഡ്രോബിന് വന്നേക്കുന്നത്. കണ്ട, എല്ലാം മറൈൻ പ്ലൈയിൽ തന്നെ ചെയ്തേക്കുന്നത്. ഫുള്ള് മറൈൻ പ്ലൈയിലാണ്. എന്താ ഫിനിഷിങ്, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വേറെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, എല്ലാ ബെഡ്റൂമുകളുടെ ഡോറും തേക്കിൻ്റെ തടി തന്നെയാണ് കേട്ടോ. എന്താ പറയുക, സ്കിൻ ഡോസ് ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു ഭാഗം ഡ്രസ്സിങ് ഏരിയ, കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. ബാത്റൂം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബാത്റൂം ഇതാണ് തോന്നുന്നു. നല്ല വലുപ്പമുണ്ട്, നേരത്തെ കണ്ടതിനേക്കാൾ നല്ല സ്പേസ് ഉള്ളതാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനിലാണ് ബാത്ത് ഏരിയ. വെറ്റ് ഏരിയ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, വലിയ റെയിൻ ഷവർ ഇവിടെ ഇട്ടുണ്ട്. എയർ വെന്റിലേഷൻ വിൻഡോ, ഹാൻഡ് ഷവർ, ഇവിടെ എല്ലാം കോൾഡ് വാട്ടറും എന്താ പറയുക വാം വാട്ടറും എല്ലാം കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് ക്ലോസറ്റ് സെറ്റ് വരുന്നുണ്ട്. ഗ്രോഹയുടെ സെയിം ആണ് വരുന്നത്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയേ, വാഷ് ബേസൺ, ഗ്രോഹയുടെ വലിയ വാഷ് ബേസൺ. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വാഷ് ബേസനാണ്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും സീലിംഗിൽ തന്നെ എക്സോസ്റ്റ് ഫാനും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അതായത് നമ്മൾ ബെഡ്റൂമിൽ കണ്ട് അവസാനിപ്പിക്കാൻ പോകാം കേട്ടോ. ഈ റൂമിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഇറങ്ങുന്നത് ഈ ഡോർ തുറന്ന അടുത്ത ബെഡ്റൂമിലേക്കാണ്. പക്ഷേ ഈ ബെഡ്റൂം കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. നല്ല അത്യാവശ്യം കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം എത്രയാണെന്ന്. വീതി വരുന്നത് 10.78 നീളം വരുന്നത് എത്ര നമുക്ക് നോക്കാം. 13.7 147.78 സ്ക്വയർ ഫീറ്റാണ്. 147.78 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞാൽ 13.729 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഇവിടെയും നമുക്ക് ഇതൊക്കെ ഡബിൾ കോട്ട്. എനിക്കൊന്ന് ആ ഒരെണ്ണത്തിലൊഴികെ ബാക്കിയെല്ലായിടത്തും ഡബിൾ കോട്ട് കട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ടേബിൾ മാത്രമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു 3 പാളികളുടെ ജനാല ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യം കണ്ട കോർട്ട്യാർഡിലെ അവിടേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്പേസാണ്. ഇവിടെ 3 പാളികളുടെ ജനാല, അതിന് മുകളിലായിട്ടാണ് എ സിയെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുത്തെ വാർഡ്രോബ് നമുക്ക് നോക്കാം. വാർഡ്രോബിൻ്റെ കളർ കോമ്പിനേഷനിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കൊള്ളാം, ഈ ഒരു പെയിൻറ്റിനോട് ചേരുന്ന തരത്തിലുള്ള, അതിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. സീലിംഗ് ഒബ്വിയസ്ലി എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും സെയിം ഡിസൈൻ സീലിംഗ് തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഇവിടെ അഡീഷണൽ ഇവിടെ ഒരു ടേബിൾ സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ബാത്റൂമിലേക്ക് നമുക്ക് കയറാം. ഒന്നും പറയാനില്ല, സെയിം ബാത്റൂം. ഓക്കെ, ലാസ്റ്റ് പോർഷൻ തന്നെയാണ് ബാത്ത് ഏരിയ. സെയിം ഫിറ്റിങ്സ്, സെയിം കാര്യങ്ങൾ. എയർ വെന്റിലേഷൻ വിൻഡോ, വലിയ സർക്കിൾ ഷേപ്പിലുള്ള റെയിൻ ഷവർ, ഇവിടെയായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്.
ഇവിടെയായിട്ട് നമ്മുടെ ക്ലോസറ്റ് ഏരിയ എല്ലാം ഗ്രോഹ സെയിം ഫിറ്റിങ്സ് തന്നെ. ഒരിടത്ത് വാഷ് ബേസിൻ ഒഴികെ ബാക്കി എല്ലായിടത്തും ലോഹയുടെ തന്നെയാണ് വാഷ് ബേസിൻ വരുന്നത്. നോക്കി ഫിറ്റിങ്സ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. മിററും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിലേക്ക് പോയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ടെറസ് എന്താണെന്നും ടെറസിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നതെന്നും നമുക്ക് നോക്കിയാലോ. വാ. അപ്പോൾ ടെറസ് കാണാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവഴി നമുക്ക് നടന്നു പോകാം. നമ്മുടെ CCTV ക്യാമറ നേരത്തെ അടുത്ത് കണ്ടില്ലല്ലോ. ഇവിടെയായിട്ടാണ്. ഇത് നമ്മുടെ ക്യാമറയുടെ അതേപോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ടെറസിലേക്ക് കയറാനായിട്ട് പടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തുകൊണ്ടേ നമുക്ക് ഈസി ആയിട്ട് അനായാസം കയറിപ്പോകാം. ഇത്രയും പ്രായം ചെന്ന ആളുകൾക്കും കൂളായിട്ട് കയറി പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സ്റ്റെയറിനെ ഇവർ കൊടുത്തേക്കുന്നത്, സ്ക്വയർ ടൂർ വെച്ചിട്ട്. ഇനി ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെറസിലേക്ക് എത്താം. അപ്പോൾ ടെറസിലേക്ക് വന്നാൽ നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ അതിവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ മാത്രത്തിന് വേണ്ടിയാണ് ആ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഈ ഒരു ഷിംഗിൾസ് വെച്ചിട്ട് ആ ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഷർ പമ്പ്, ഇതായിരിക്കുന്ന പ്രഷർ പമ്പ് സുപ്രീമിൻ്റെ വാട്ടർ ടാങ്ക് കേട്ടോ. 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് ഇവിടെ പ്രത്യേകം. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട് കേട്ടോ. നല്ലൊരു സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്പേസ് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് പച്ചപ്പ് ഇഷ്ടം പോലെ കാണാനുണ്ടെന്ന്. എല്ലാ മരങ്ങളും അടുത്ത് ഇഷ്ടം പോലെ മരങ്ങളുണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വിലയിലേക്ക് കിടക്കാം. അപ്പോൾ വീട് മുഴുവൻ കണ്ടു കഴിഞ്ഞു. 13.5 സെൻറ്റിനകത്ത് 2500 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള, അതായത് ഒരുപാട് ഫർണിച്ചേഴ്സുള്ള AC സഹിതമുള്ള ഒരു വീടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒറ്റ നില വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു വീട് ഇഷ്ടപ്പെടും. അത്യാവശ്യം സേഫ്റ്റിയും സെക്യൂരിറ്റിക്ക് വേണ്ടി CCTV ക്യാമറ ഉൾപ്പെടെ മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഞാൻ കണ്ട് ക്വാളിറ്റി എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ നിങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഇവിടെ വന്ന് കാണണം, ഇത് നോക്കി കാണണം. ഇത് ഓരോ കാര്യങ്ങളും നോക്കി നിങ്ങൾ ചെക്ക് ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ പ്രൈസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം സ്ഥിരം പറഞ്ഞ് അടുത്ത കാര്യമാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ദയവായി. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, ചെയ്യണം കേട്ടോ. എന്നാലും നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് വരുന്നതുള്ളൂ. ഇനി ഇത് നമുക്ക് രണ്ടാമത്തെ വീട് കാണണ്ടേ. ഇതിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് രണ്ടാമത്തെ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വീടിൻ്റെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഉടൻ തന്നെ രണ്ടാമത്തെ വീടിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നേരെ പോയത് കാണാതിരിക്കുന്ന 2 നല്ല കിടിലം വീഡിയോയിലാണ്. അപ്പോൾ ഈ വീട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നമ്മളാണ്. പക്ഷേ അടുത്ത വീട് ഇൻറ്റീരിയറിൽ ഡിസൈൻ അധികം വർക്കൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടേക്കാണ്. അത് നമുക്ക് കാണാം. അപ്പോൾ അത് വേറൊരു ഡിസൈൻ തന്നെ, അതേപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അതും ചെയ്തേക്കുന്നത്. അപ്പോൾ വിലയിലേക്ക് വരാം. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്നത് 1.5 കോടി രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എടുക്കുക, അതിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ഡീലുകൾ ഉറപ്പാക്കാവുന്നതാണ്. പിന്നെ വേറെ എന്താ, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവർക്കും നന്ദി, നമസ്കാരം.